എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സത്യസന്ധമായ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ നടന്ന ഇന്ത്യ വേഴ്സസ് അയർലൻഡ് മത്സരത്തിനിടെയാണ് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തിരുന്ന രോഹിത് ശർമ്മയ്ക്ക് തോളിൽ പരിക്കേറ്റത്. ജോഷുവ ലിറ്റിൽ ആയിരുന്നു ബോളർ. വേദന സഹിക്കാനാകാതെ രോഹിത് കളം വിട്ടിരുന്നു. എന്നാൽ സ്കാനിങ്ങിന് വിധേയനായ രോഹിത്തിൻ്റെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് റിപ്പോർട്ട്. ഞായറാഴ്ച പാകിസ്ഥാനെ നേരിടാനിരിക്കെ ഇന്ത്യക്ക് ഇത് ആശ്വാസ വാർത്തയാണ്. ഋഷഭ് പന്തിനും എൽബോയ്ക്ക് ഏറ് കിട്ടിയെങ്കിലും പന്ത് തൻ്റെ അഗ്രസീവ് ബാറ്റിങ്ങിൽ സിക്സ് അടിച്ചാണ് പ്രതികരിച്ചത്. അതേസമയം ഇന്ത്യയുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ നടക്കുന്ന നസൌ കൗണ്ടി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിനെതിരെ പ്രതിഷേധം വ്യാപകമാണ്. അൺപ്രഡിക്റ്റബിൾ ബൗൺസ് ആണ് ബാറ്റേഴ്സിന് പ്രശ്നമുണ്ടാക്കുന്നത്. താരങ്ങൾക്ക് പരിക്കേൽക്കാൻ സാധ്യത കൂടുതലാണ്. ഔട്ട്ഫീൽഡിനെ പറ്റിയും പരാതിയുണ്ട്. ഡ്രോപ്പ് ഇൻ പിച്ചുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പാകിസ്ഥാനെതിരെ ഇന്ത്യ ആദ്യ 5 ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയില്ലെങ്കിൽ ഇന്ത്യ മത്സരം ജയിക്കും എന്നുറപ്പാണ്. ഷാഹിൻ ഷാ അഫ്രീദിക്ക് വിക്കറ്റ് ലഭിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ സമ്മർദ്ദത്തിലാവും. വിരാട് കോഹ്ലിയാണ് ഇന്ത്യയുടെ രക്ഷകനായി അവതരിക്കാറുള്ളത്. ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും താരം ശക്തമായി തിരിച്ചു വരും എന്നുറപ്പാണ്. അതേസമയം മലയാളി താരം സഞ്ജുവിന് 2ാം മത്സരത്തിലും ചാൻസ് ലഭിക്കാൻ ഇടയില്ല. പ്രത്യേകിച്ച് ടീം ഇന്ത്യ വിന്നിംഗ് ഫോർമേഷൻ നിലനിർത്താൻ സാധ്യത 90% ഉള്ളതിനാൽ സഞ്ജു 2ാം മത്സരത്തിലും ടീമിൽ കാണില്ല.